ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇഗ്നോ 2024 ജൂണിൽ കണ്ടക്ട് ചെയ്ത എക്സാമിൻ്റെ റിസൾട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഓരോ സബ്ജക്ട്സിൻ്റെയും വാല്യുവേഷൻ കഴിയുന്നതിനനുസരിച്ച് ഓരോ അപ്ഡേറ്റ്സ് ആയിട്ടാണ് റിസൾട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഓരോ റിസൾട്ട്സും വരുന്നതിനനുസരിച്ച് അതാത് സബ്ജക്റ്റിൻ്റെ റീവാല്യുവേഷൻ പോർട്ടലും ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വിചാരിച്ചത്ര മാർക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മാർക്ക് നല്ല കുറവാണെങ്കിൽ റീവാല്യുവേഷന് കൊടുക്കാം. റീവാല്യുവേഷന് 750 രൂപയാണ് ഒരു സബ്ജക്റ്റിന് കൊടുക്കേണ്ടത്. ഇനി അതല്ല, റീവാല്യുവേഷനും ആൻസർ സ്ക്രിപ്റ്റിൻ്റെ കോപ്പിക്കും കൂടെയാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ 850 രൂപയാവും. നിങ്ങൾക്ക് അത്രയും കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി. കാരണം മാർക്ക് കൂടുന്നത് പോലെ തന്നെ കുറയാനും ചാൻസ് ഉണ്ട്. പക്ഷേ എൻഡിൽ ഏതാണോ ഹയസ്റ്റ് മാർക്ക് അത് തന്നെ കൺസിഡർ ചെയ്യുള്ളൂ. പിന്നെ വേറൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ റീവാല്യുവേഷന് കൊടുക്കണമെങ്കിൽ റിസൾട്ട് വന്ന് 40 ഡേയ്സിനുള്ളിൽ തന്നെ കൊടുക്കണം. ഇനി അഥവാ ആൻസർ സ്ക്രിപ്റ്റിൻ്റെ കോപ്പിക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് റിസൾട്ട് വന്ന് 30 ഡേയ്സിനുള്ളിൽ കൊടുക്കണം. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, തിയറി എക്സാംസിന് മാത്രമേ ഈ റീവാല്യുവേഷന് കൊടുക്കാൻ പറ്റുള്ളൂ. അസൈൻമെൻറ്റ്സ്, പ്രാക്ടിക്കൽ എക്സാം, വൈവ, സെമിനാർ ഇതിനൊന്നും റീവാല്യുവേഷൻ ഇല്ല. ആൻസർ സ്ക്രിപ്റ്റിൻ്റെ ഫോട്ടോ കോപ്പിക്ക് അപ്ലൈ ചെയ്തിട്ടുള്ളവർക്ക് സ്ക്രിപ്റ്റ് കോപ്പി കിട്ടുന്നത് മെയിൽ വഴിയാണ്. ഇനി നമുക്ക് ഈ റീവാല്യുവേഷന് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഇഗ്നോൻ്റെ സൈറ്റ് ഓപ്പൺ ചെയ്യാം. അതിന് അകത്തായിട്ട് മുകളിലൊരു രജിസ്റ്റർ ഓൺലൈൻ എന്ന് പറഞ്ഞിട്ട് ഒരു പോർട്ടൽ കാണാം. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം റീവാല്യുവേഷൻ എന്ന് പറഞ്ഞാൽ ചൂസ് ചെയ്യുക. അതിനുശേഷം ഐ അഗ്രി ആൻഡ് പ്രൊസീഡ് കൊടുക്കുക. എന്നിട്ട് അടുത്തതായിട്ട് ഏത് എക്സാമിൻ്റെ റിസൾട്ടാണോ നിങ്ങൾക്ക് റീവാല്യുവേഷന് കൊടുക്കേണ്ടത് അത് ചൂസ് ചെയ്യുക. ഇവിടെ ഇപ്പോൾ ജൂൺ 2024 എക്സാം സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ എൻറോൾമെൻറ്റ് നമ്പർ, പ്രോഗ്രാം കോഡ്, അതുപോലെ അപ്ലൈ റീവാല്യുവേഷൻ എന്നത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ലോഗിൻ ചെയ്യുക. എക്സാം സെൻറ്ററിൻ്റെ കോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ID കാർഡ് അപ്ലോഡ് ചെയ്ത് കൊടുക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. അവിടെ നിങ്ങൾ ID കാർഡ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ശേഷം പേയ്മെൻറ്റ് ചെയ്യുക. പേയ്മെൻറ്റ് 750 രൂപയാണ് റീവാല്യുവേഷന് മാത്രം. അതല്ല, ഇനി ആൻസർ സ്ക്രിപ്റ്റിൻ്റെ കോപ്പിയും കൂടെ ഉണ്ടെങ്കിൽ അതിനുള്ള 100 രൂപയും കൂടി ചേർത്തിട്ട് 850 രൂപയാണ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യന് OMR ഷീറ്റിലായിരിക്കുമല്ലോ ആൻസർ ചെയ്തിട്ടുണ്ടാവുക. അതിന് ഈ റീവാല്യുവേഷനും അതേപോലെ ആൻസർ സ്ക്രിപ്റ്റിൻ്റെ കോപ്പിക്കൊന്നും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല. ഈ റീവാല്യുവേഷൻ അല്പം സമയമെടുത്ത് ചെയ്യുന്ന പ്രോസസ്സാണ്. അതുകൊണ്ട് തന്നെ ജൂണിൽ എക്സാം എഴുതിയ ഒരു കുട്ടി റീവാല്യുവേഷൻ കൊടുത്താൽ നെക്സ്റ്റ് എക്സാം വരുന്നത്, അതായത് നെക്സ്റ്റ് ഡിസംബറിൽ എക്സാമിനേഷൻ വരുന്നതിന് മുമ്പേ ഈ റീവാല്യുവേഷൻ റിസൾട്ട് വന്നോളണമെന്നില്ല. ചിലപ്പോൾ നേരത്തെ വരാനും മതി. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഒന്നുകൂടെ എക്സാം രജിസ്റ്റർ ചെയ്ത് എഴുതുകയാണെങ്കിലും 200 രൂപയാവുള്ളൂ എക്സാം രജിസ്ട്രേഷന് ഒരു സബ്ജക്റ്റിന്. മറ്റേത് 750 രൂപയാവും. അപ്പോൾ നിങ്ങൾക്ക് മാർക്ക് അത്രയും കുറവാണെന്നും അതുപോലെ നിങ്ങൾക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്, നിങ്ങൾക്ക് മാർക്ക് കൂടുമെന്ന് നിങ്ങൾക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രം കൊടുക്കുക.